ലോങ് വീഡിയോസിനെ അപേക്ഷിച്ച് ഷോർട്ട് വീഡിയോ വൈറലാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതെൻ്റെ ഒരു ഷോർട്ട് ചാനലാണ്. 2022 സെപ്റ്റംബറിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത്. വെറും 3 മാസം കൊണ്ടുണ്ടായ ഗ്രോത്ത് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. 30 ലക്ഷം വ്യൂസും 19,000 സബ്സ്ക്രൈബേഴ്സും കിട്ടി. നിലവിൽ ഈ ചാനലിൽ 40,000-ത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഈ ചാനലിൽ വീഡിയോ വൈറലാകാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങളും ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം ഏതെങ്കിലും ഒരു നീഷ് തിരഞ്ഞെടുക്കുക. യൂട്യൂബ് ഷോർട്സിൽ ചില പ്രത്യേക കാറ്റഗറീസിലുള്ള വീഡിയോസ് വൈറലാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ യൂട്യൂബ് തുറന്നാൽ തന്നെ ഷോർട്സ് വീഡിയോ, മോട്ടിവേഷൻ വീഡിയോസ് ധാരാളമായിട്ട് കാണാം. ഈ ഒരു കാറ്റഗറിയിലുള്ള വീഡിയോസിന് ഷോർട്സിൽ നല്ല റീച്ചാണ്. അതുപോലെ തന്നെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്, ലൈഫ് സ്റ്റൈൽ ഷോർട്സ്, ഇതൊക്കെ നല്ല രീതിയിൽ വൈറലാകുന്ന കാറ്റഗറി വീഡിയോസ് ആണ്. ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നതിലൂടെ വീഡിയോ പെട്ടെന്ന് വൈറലാകാനുള്ള ചാൻസ് ഉണ്ട്. എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാറ്റഗറി തിരഞ്ഞെടുക്കാം. ആ ഒരു കാറ്റഗറിയിൽ തന്നെ തുടർന്നും വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഇങ്ങനെ ഒരു നീഷ് തിരഞ്ഞെടുത്തതിന് ശേഷം ഷോർട്സിന് വേണ്ടി പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ആ ചാനൽ തുടങ്ങിയത് ഷോർട്സിന് വേണ്ടി മാത്രമാണ്. പുതിയ ചാനലിൽ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഒരുമിച്ച് അപ്ലോഡ് ചെയ്യാതെ ഷോർട്സ് മാത്രം അപ്ലോഡ് ചെയ്യുക. ഷോർട്ട് വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്യുന്നതിലൂടെ ഷോർട്സ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിനെ നേടാം. ഇങ്ങനെ ഷോർട്ട് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ഷോർട്ട് ഫീഡിലേക്ക് കൂടുതൽ യൂട്യൂബ് റെക്കമെൻഡേഷൻ ലഭിക്കുന്നു. ഓൾറെഡി ഒരു ഷോർട്ട് ചാനൽ ഉള്ളവരാണെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം എഡിറ്റിംഗിലാണ്. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എല്ലാ വീഡിയോസും ഒരു നിശ്ചിത ഡ്യൂറേഷനിൽ തന്നെ എഡിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ചെറുതാക്കി എഡിറ്റ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിലെ കണ്ടന്റ് നഷ്ടമാകാതെ നോക്കണം. ഇതിനായിട്ട് വീഡിയോയുടെ സ്പീഡ് കുറയ്ക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്യാം. മോട്ടിവേഷൻ, ഹിസ്റ്ററി, ഫാക്ട് ടൈപ്പ് വീഡിയോസ് ചെയ്യുമ്പോൾ സബ് ടൈറ്റിൽ ആഡ് ചെയ്യുന്നതിലൂടെ ഓഡിയൻസ് റിട്ടൻഷൻ വർദ്ധിപ്പിക്കാവുന്നതാണ്. ഷോർട്ട് വീഡിയോ വൈറൽ ആവുന്നതിൽ ഏറ്റവും പ്രധാന ഘടകം ഓഡിയൻസ് റിട്ടൻഷൻ ആണ്. ഇവിടെ എന്റെ വൈറലായ ഷോർട്സ് വീഡിയോസ് എല്ലാം നോക്കിയാൽ ഇവിടെ കാണാം. ഇതിന്റെ എല്ലാ ഓഡിയൻസ് റിട്ടൻഷൻ 100-ന് മുകളിലാണ്. ഓഡിയൻസ് റിട്ടൻഷൻ കൂടുതൽ കിട്ടുന്ന രീതിയിലായിരിക്കണം വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടത്. ഇതിനായിട്ട് ഞാൻ ചെയ്തിരുന്നത് 40 സെക്കൻഡിന് താഴെയുള്ള വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഷോർട്ട് വീഡിയോസിൽ ലൂപ്പ് എഫക്ട് ക്രിയേറ്റ് ചെയ്ത് ഓഡിയൻസ് റിട്ടൻഷൻ 100-ന് മുകളിൽ നേടാം. എന്താണ് ലൂപ്പ് എഫക്ട് എന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഓഡിയോ ശ്രദ്ധിക്കുക. വീഡിയോ തുടങ്ങുന്നത് മുതൽ തീരുന്നത് വരെ സെയിം ബീറ്റ് ആണ് ഇതിലുള്ളത്. ഇടയ്ക്ക് ബീറ്റ് ചേഞ്ച് ആകുന്നതുമില്ല. ഈ ലൂപ്പ് ഇഫക്റ്റ് ഉള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള മ്യൂസിക് നമുക്ക് ഉപയോഗിക്കാം. ഈ വീഡിയോ മാർഷൽ ആർട്സ് കിക്കിനെ കുറിച്ചുള്ള ഒരു ട്യൂട്ടോറിയൽ ടൈപ്പ് വീഡിയോയാണ്. ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു കിക്ക് കാണിക്കുന്നുണ്ട്. തുടർന്ന് ഇത് എങ്ങനെ ചെയ്യാമെന്ന് വീഡിയോയിൽ കാണിക്കുന്നു. പിന്നീട് എൻഡിലായിട്ട് വീണ്ടും ഇതിന്റെ ഫൈനൽ കിക്ക് കാണിക്കുന്നു. ഇതിനുശേഷം ഈ സെയിം കിക്കിൽ തന്നെ വീഡിയോ തുടങ്ങുന്നു. അപ്പോൾ ഇവിടെ ഒരു ലൂപ്പ് ക്രിയേറ്റ് ആകുന്നുണ്ട്. ഇങ്ങനെ ഈ വീഡിയോ വീണ്ടും വീണ്ടും ഓഡിയൻസ് കാണാൻ ഇടയാകുന്നു. ഇതൊരു ട്യൂട്ടോറിയൽ ടൈപ്പ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ലൂപ്പ് ഇഫക്റ്റ് നല്ല രീതിയിൽ വർക്കാവും. ഇത്തരത്തിൽ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും തമ്മിൽ കണക്ട് ചെയ്ത് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഓഡിയൻസ് റിട്ടൻഷൻ വർദ്ധിപ്പിക്കാവുന്നതാണ്. വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ടൈം കണ്ടെത്തണം. ഇതിനായിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ടൈം തിരഞ്ഞെടുക്കാം. ഈ ഒരു ടൈമിൽ വീഡിയോ കൺസിസ്റ്റന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യണം. ഷോർട്ട് വീഡിയോ ചാനലിൽ കൺസിസ്റ്റൻസി വളരെ അത്യാവശ്യമാണ്. ഇത് ലോങ് വീഡിയോസിനെക്കാളും ഷോർട്ട് വീഡിയോസിനാണ് കൂടുതൽ വേണ്ടത്. നമ്മുടെ വീഡിയോസിന് ഷോർട്ട് ഫീഡിലൂടെയുള്ള വ്യൂസ് ലഭിച്ചാൽ മാത്രമേ വീഡിയോ വൈറലാകത്തുള്ളൂ. കൺസിസ്റ്റന്റ് ആയിട്ട് ഒന്നിട വിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നല്ലതാണ്. തുടക്കത്തിൽ മിനിമം ആഴ്ചയിൽ 3 വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യണം. തുടർച്ചയായി ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഷോർട്ട് ഫീഡിലൂടെയുള്ള ധാരാളം വ്യൂസ് വന്നു തുടങ്ങും. സ്ഥിരമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാതിരിക്കുന്നത് തുടർന്നുള്ള വീഡിയോസിന്റെ വ്യൂസിനെ കാര്യമായിട്ട് ബാധിക്കും. ടൈറ്റിലും ടാഗ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ടൈറ്റിൽ പരമാവധി ചെറുതായിട്ട് കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ കുറച്ച് മാത്രം കൊടുക്കുക. ഹാഷ്ടാഗ്സ് കൊടുക്കുമ്പോൾ 3-4 ഹാഷ്ടാഗ്സ് കൊടുക്കാവുന്നതാണ്. ടാഗ് നമ്മൾ ലോങ് വീഡിയോയിൽ കൊടുക്കുന്നത് പോലെ തന്നെ ടാഗ് കൊടുക്കുക. ഞാൻ ഈ പറഞ്ഞതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിലൂടെ 3 മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു വീഡിയോ വൈറലാകും. ഇതിലൂടെ ധാരാളം സബ്സ്ക്രൈബേഴ്സും ലഭിക്കും. ഇതിനുശേഷം തുടർന്ന് ഇതുപോലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ചെയ്യുന്നതിലൂടെ യൂട്യൂബ് ഷോർട്സ് വൈറലാകുമെങ്കിലും 10 മില്യൺ വ്യൂസ് 3 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചെന്ന് വരത്തില്ല. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെയുള്ള കാറ്റഗറി വീഡിയോസിന് കൂടുതൽ വ്യൂസ് യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്നുണ്ട്, ഷോർട്സിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാറ്റഗറിയിലുള്ള വീഡിയോസ് ചെയ്യുന്നത് ഒരു പക്ഷേ 10 മില്യൺ വ്യൂസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ തംബ്നെയിലിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, തംബ്നെയിൽ നമുക്ക് കസ്റ്റം തംബ്നെയിൽ ഷോർട്സിൽ ആഡ് ചെയ്യാൻ സാധിക്കും. ഇതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തംബ്നെയിൽ നമുക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു തംബ്നെയിൽ ഏതെങ്കിലും ഒരു ഭാഗം, വീഡിയോയുടെ ഭാഗം നമുക്ക് തംബ്നെയിലായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്.